ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിൽ ഫോട്ടോ കിട്ടുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോട്ടോഗ്രാഫി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടവർ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ കാണിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എക്സാമ്പിൾ സഹിതമാണ് നമ്മൾ പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഈ ചാനൽ വഴി ചെയ്യുന്നത്. വെൽക്കം ടു ഫുഡ് ഫോട്ടോ വർക്ക്. ഒരു കാര്യം ആദ്യം തന്നെ പറയുകയാണ്, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈൽ ഫോണുകളിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി സ്പെസിഫിക്കേഷൻസ്, ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിലുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യകാലത്ത് ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിൽ ഒരു ക്യാമറയും 2 ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും 4 ക്യാമറകളും 5 ക്യാമറകളും 6 ക്യാമറകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ മെഗാ പിക്സൽ സൈസ് ഓരോ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുദിനം അത് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഓരോ ബ്രാൻഡുകളും. എൻ്റെ ഇരിക്കുന്ന ഈ ഫോൺ റിയൽമി XT ആണ് നമ്മുടെ ഇന്നത്തെ ഫോട്ടോഗ്രാഫിയുടെ മെയിൻ ആയുധം, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടൂള്. 64 മെഗാ പിക്സലാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ. ഈ 64 മെഗാ പിക്സൽ ഉപയോഗിച്ച് കൊണ്ടും അതുപോലെ തന്നെ ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും ആണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. ശരിക്കും നമ്മുടെ കയ്യിലുള്ള ഒരു ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അതിൻ്റെ ക്യാമറ ഇൻ്റർഫേസിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറയിലുള്ള എല്ലാ മോഡുകളും നമ്മൾ യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാറുണ്ടോ? നിങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക അതിൻ്റെ ഒരു ഓട്ടോ മോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു സീൻ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഓട്ടോ മോഡ് ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കുകയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ അതിനുള്ള ബാക്കിയുള്ള മോഡ്സ്, ഒരുപാട് മോഡുകളുണ്ട് നിങ്ങൾക്കറിയാം. പനോരമിക് മോഡ്, നൈറ്റ് മോഡ്, അതുപോലെ തന്നെ സ്ലോ മോഷൻ, അങ്ങനെയുള്ള എല്ലാ മോഡുകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. പലരും ഇതിൽ ശ്രദ്ധിക്കാറില്ല. എന്നാൽ നമ്മൾ ഇന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ മോഡുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോ മോഡ്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാനുവൽ മോഡ് അല്ലെങ്കിൽ പ്രോ മോഡിൽ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ നമ്മൾ പറയുന്നത് ഫ്രെയിമിംഗ് ആൻഡ് കോമ്പോസിഷൻ എന്നുള്ള ഒരു എലമെൻ്റ് ആണ്. ആക്ച്വലി എന്താണ് ഫ്രെയിമിംഗ് ആൻഡ് കോമ്പോസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സീൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫ്രെയിമിൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ആക്ച്വലി നമ്മുടെ ഫോണിൽ പ്രധാനമായിട്ടും ഒരു സിംഗിൾ ഫ്രെയിമിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നതെങ്കിൽ നമുക്കൊരു വെർട്ടിക്കൽ പനോരമിക് മോഡിലോ അല്ല പനോരമിക് മോഡിലോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് പോകുന്നത്. നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും വൈഡ് ആംഗിൾ ക്യാമറ അല്ലെങ്കിൽ ഈ 4 ക്യാമറകൾ ഒരു 4 ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരു ഫോണിലാണെങ്കിൽ അതിൽ ഒരു ക്യാമറ മിക്കപ്പോഴും ഒരു വൈഡ് ആംഗിൾ ക്യാമറ ആവാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 8 MB ക്യാമറ, 2 MB ക്യാമറ, ഒരു വൈഡ് ആംഗിൾ ക്യാമറ ആവാനായിട്ട് സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ വൈഡ് ആംഗിൾ എന്നുള്ള ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൈഡ് ആംഗിൾ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാറ്റി ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതായത് വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചുള്ള സെറ്റപ്പും വൈഡ് ആംഗിൾ അല്ലാതെ നോർമലായിട്ട് ഡീഫോൾട്ട് ആയിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള സെറ്റപ്പും. ഇതല്ലാതെ വൈഡ് ആംഗിൾ ക്യാമറ അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വെർട്ടിക്കൽ പനോരമ മോഡ് അല്ലെങ്കിൽ പനോരമ മോഡ്. ഈ 2 മോഡുകളും നിങ്ങൾക്കൊരു വലിയ ഫ്രെയിം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു വൈഡ് ആംഗിൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത്രയൊരു ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനോരമ മോഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മുകളിലേക്കാണ് ഈ ഒരു ഏരിയ കവർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ പനോരമ മോഡ് യൂസ് ചെയ്യാം. ഇനി കോമ്പോസിഷൻ എന്നുള്ള ഒരു എലമെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫോട്ടോ കമ്പോസ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. എല്ലാ ഫോണിലും ആ ഒരു ഗ്രിഡ് ലൈൻസ് എന്നുള്ള സംഭവം എനേബിൾ ചെയ്യാനായിട്ട് കഴിയും. അതായത് നമ്മുടെ ഒരു ഫ്രെയിമിനെ 3 ആയിട്ട് ഹൊറിസോണ്ടലി വെർട്ടിക്കലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫ്രെയിം സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ ഈ ഫ്രെയിമിൽ ഒരു റൈറ്റ് സൈഡിലുള്ള ഒരു തേർഡിൽ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു തേർഡ്സിൽ വരുന്ന രീതിയിൽ നമ്മളെ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തുകൊണ്ട് കമ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റൂൾ ഓഫ് തേർഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് പോകുന്നില്ല. അങ്ങനെ എടുത്ത ഫോട്ടോസിൻ്റെ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാകും. നേരത്തെ പറയാത്ത ഒരു കാര്യമാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മുടെ ഫോണിൽ പ്രധാനമായിട്ടും 16:9 അല്ലെങ്കിൽ 4:3 എന്ന് പറയുന്ന 2 ആസ്പെക്ട് റേഷ്യോയിലാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുക. കൂടുതൽ ഫോണുകളിലും 4:3 എന്നുള്ള ഒരു ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുക. നമ്മുടെ ആസ്പെക്ട് റേഷ്യോയും നമ്മൾ എടുക്കുന്ന ഫോട്ടോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഒരു റിസൾട്ടും ഔട്ട്പുട്ടിൻ്റെ ഒരു റെസൊല്യൂഷനും ആ ഒരു ആസ്പെക്ട് റേഷ്യോ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആക്ച്വലി ഇതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു റേഷ്യോ, ഉദാഹരണമായിട്ട് 4:3 ആണ് അതിൻ്റെ ഒരു റേഷ്യോ കിടക്കുന്നതെങ്കിൽ, ഡിഫോൾട്ട് ആയിട്ടുള്ള അതിൻ്റെ റേഷ്യോ എങ്കിൽ പരമാവധി ആ ഒരു
റേഷ്യോയിൽ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിന് നമ്മൾ ഒരു മാറ്റി ഒരു 16:9 അല്ലെങ്കിൽ 1:1 എന്നുള്ള റേഷ്യോയിലേക്കൊക്കെ നമ്മൾ മാറ്റും. ഒരു ആസ്പെക്ട് റേഷ്യോ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ സെൻസറിന് പരമാവധി അതിൻ്റെ ഒരു യൂസേജ് അല്ലെങ്കിൽ ഒരു സെൻസറിൻ്റെ പരമാവധി ഒരു യൂട്ടിലൈസേഷനിലേക്ക് ക്യാമറ പോകാതെ വരും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് ഒരു 4:3 എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡീഫോൾട്ട് റേഷ്യോയിലായിരിക്കും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തരാൻ സാധിക്കുക. ആ സെൻസറിന് ചിലപ്പോൾ അങ്ങനെ ആ ഒരു പ്രത്യേക ഡീഫോൾട്ട് റേഷ്യോയിലായിരിക്കും നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തരാൻ സാധിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ 16:9 എന്നുള്ള റേഷ്യോയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വേറൊരു റേഷ്യോ 1:1 എന്നുള്ള വേറെ ഏതെങ്കിലും ഒരു റേഷ്യോയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത്രത്തോളം ഒരു റെസൊല്യൂഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇമേജിന് ഒരു എന്താ പറയുക ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ഒരു പിക്സൽ ലോസ് വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് ചില വായനയിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. അതുകൊണ്ട് ഡീഫോൾട്ടായിട്ടുള്ള റേഷ്യോ തന്നെ യൂസ് ചെയ്യുക. ഇനി ഇൻ കേസ് നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും റേഷ്യോയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ 1:1 അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് ഏതെങ്കിലും ഗ്രൂപ്പിലേക്കോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് 16:9 എന്നുള്ള റേഷ്യോ ആണ് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് തോന്നുന്നത് എങ്കിൽ പിന്നീട് അത് ക്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 4:3 എന്നുള്ള റേഷ്യോ ക്രോപ്പ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റേഷ്യോയിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാനുവൽ മോഡ്, പ്രോ മോഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് മോഡ് എന്നൊക്കെ പറയുന്ന ഈ മോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മാനുവൽ മോഡിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. മാനുവൽ മോഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് കിടിലൻ ഫോട്ടോസ് എടുക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ നോക്കാം. അതിന് മുമ്പായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ മാനുവൽ മോഡ്, ഓട്ടോ മോഡ് ഉണ്ട് എന്ന് വിചാരിക്കാന്നല്ല, അങ്ങനെയുണ്ട്. ആക്ച്വലി മാനുവൽ മോഡ് എന്ന് പറയുന്നത് ക്യാമറയുടെ എല്ലാ സെറ്റിങ്ങുകളും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തെടുക്കുന്ന ഒരു മോഡാണ്. ഉദാഹരണമായിട്ട് ISO, ഷട്ടർ സ്പീഡ്, അതിൻ്റെ അപ്പർച്ചർ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പോഷർ ബാലൻസുകൾ, ഫോക്കസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാനുവൽ മോഡ് അല്ലെങ്കിൽ പ്രോ മോഡ് ഇത് പല ഫോണുകളിലും പല രീതിയിലായിരിക്കും കാണിക്കുന്നത്. ചിലപ്പോൾ ഒരു ഫോണിൽ പ്രോ മോഡ് എന്നായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു ഫോണിൽ മാനുവൽ മോഡ് എന്നായിരിക്കും കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഫോൺ റിയൽമി XTയിൽ ഇത് എക്സ്പേർട്ട് മോഡ് എന്നാണ് അറിയപ്പെടുന്നത്. എനിവേ നമ്മുടെ ഈ ഫോണിൽ പ്രധാനമായിട്ടുള്ള കൺട്രോളുകൾ എക്സ്പോഷർ, വൈറ്റ് ബാലൻസ്, ഓട്ടോ ഫോക്കസ്, ദെൻ എക്സ്പോഷർ കോമ്പൻസേഷൻ, ഈ ഒരു 4 കമ്പോണൻ്റാണ് ഇതിനകത്തുള്ളത്. ആദ്യം നമുക്ക് എക്സ്പോഷർ എന്താണെന്ന് നോക്കാം. എക്സ്പോഷറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു 3 കമ്പോണൻസ് എന്താണെന്ന് അറിയണം. ISO, ഷട്ടർ സ്പീഡ്, അതുപോലെ തന്നെ അപ്പർച്ചർ. ഇതിനെക്കുറിച്ച് ഈ 3 കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ DSLR ഫോട്ടോഗ്രാഫി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ DSLRൻ്റെ ബേസിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുണ്ടാവും, അല്ലെങ്കിൽ കാർഡ്സ് ആയിട്ട് നമ്മൾ മേടി കൊടുക്കാം. അതൊന്ന് കാണുക. ഈ ടൈംസ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സ്പോഷർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോഷറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എക്സ്പോഷറിനെ കുറിച്ച് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. സിംപ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്പോഷർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് എന്ന് തന്നെയാണ്. എക്സ്പോഷർ കൂടുക അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആവുക എന്നതുകൊണ്ട് കൂടുതൽ വെളിച്ചം ഒരു ഫോട്ടോയ്ക്ക് വന്നു അല്ലെങ്കിൽ ഫോട്ടോ കൂടുതൽ വെളുത്തിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. അതുപോലെ അണ്ടർ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ എക്സ്പോഷർ കുറവാണ് എന്ന് പറയുന്നത് മൂലം വെളിച്ചം കുറവാണ് അല്ലെങ്കിൽ ഫോട്ടോ ഇരുണ്ടിരുന്നു എന്ന് മനസ്സിലാക്കുക. ISO ഫോണിൻ്റെ ഇടത്ത് സൈഡിലും ഷട്ടർ സ്പീഡ് ഫോണിൻ്റെ വലത്ത് സൈഡിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ISOയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് 100 മുതൽ മുകളിലേക്കാണ് ഉള്ളത്. ഏതാണ്ട് 3200 വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ISO 100 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ISO വളരെ കുറവ് എന്നുള്ളതാണ്. ഒന്നുകൂടി പറയുകയാണ്, ഈ ടൈംസ് കൂടുതൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആകാതെ ദയവായിട്ട് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ISOയെക്കുറിച്ച് ഷട്ടർ സ്പീഡിനെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. നിങ്ങൾക്ക് കാണാൻ കഴിയും 1/, ഇത്ര നമ്പർ എന്നുള്ള രീതിയിലാണ് ഷട്ടർ സ്പീഡ് ഇതിനകത്ത് കാണുന്നത്. അതായത് ഷട്ടർ സ്പീഡ് കൂടുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 1/160 എന്നുള്ളതാണ് ഷട്ടർ സ്പീഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1/160, 1/200, 1/500, 1/1000 എന്നിങ്ങനെ ഉള്ളത് ഷട്ടർ സ്പീഡ് കൂടുകയാണ്. ഷട്ടർ സ്പീഡ് കൂടി മുകളിലേക്ക് പോകും തോറും ലൈറ്റ് ക്യാമറയുടെ സെൻസറിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ലൈറ്റ് ഉള്ളിലേക്ക് കടക്കുന്നത് കുറയും. ഷട്ടർ സ്പീഡ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് ഒരു 1 സെക്കൻഡ്, ദെൻ 2 സെക്കൻഡ്, 16 സെക്കൻഡ് ഇമേജ് സെൻസർ കൂടുതൽ നേരം ലൈറ്റിനോട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. കൂടുതൽ ലൈറ്റ് ഉള്ളിലേക്ക് കയറും, ഫോട്ടോ ഓവർ എക്സ്പോസ്ഡ് ആവും. ബേസിക്കലി ഇതാണ് എക്സ്പോഷറിൻ്റെ ഒരു കൺട്രോൾ. ദെൻ വൈറ്റ് ബാലൻസിലേക്ക് പോവുകയാണെങ്കിൽ വൈറ്റ് ബാലൻസ് നമുക്ക് 2 രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ കെൽവിൻ എന്നാണ് ഈ ഒരു ടേം ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഫോട്ടോഗ്രാഫിയിലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടേംസ് ആണ്. മനസ്സിലാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂസ്ഡ് ആയി പോകും എന്നുള്ളതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല. വൈറ്റ് ബാലൻസ് പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ടോൺ കൺട്രോൾ ചെയ്യാനാണ് അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറും കളർ ടോൺ കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക. ദെൻ മാനുവൽ ഫോക്കസ് അല്ലെങ്കിൽ ഓട്ടോ ഫോക്കസ്, ഈ ഒരു ഫോക്കസിൽ എക്സ്പേർട്ട് മോഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. മാനുവൽ ഫോക്കസും അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയുടെ മുന്നിലുള്ള ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ മീറ്റർ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ടേൺ ചെയ്തുകൊണ്ട് നമുക്ക് ഫോക്കസ് കൺട്രോൾ ചെയ്യാൻ കഴിയും.
അതുപോലെ തന്നെ എക്സ്പോഷർ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ് നാലാമതായിട്ട് അവസാനമായിട്ട് ഉള്ളത്. ഏറ്റവും വലുത് കാണുന്നത് EV എന്ന് കാണിച്ചിരിക്കുന്നതാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ. ഇത് പ്രധാനമായിട്ടും -2 to +2 വരെയാണ് സാധാരണഗതിയിൽ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഓരോ ക്യാമറയിലും ഓരോ രീതിയിൽ. അതുകൊണ്ട് ഇത് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാ ഫോണിലും എന്ന് പറയുന്നില്ല. മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫി മെച്ചപ്പെടുത്താനുള്ള മറ്റൊരു മാർഗ്ഗം നമ്മുടെ ഫോണിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്യാമറകളല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാമറകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് Gcam അല്ലെങ്കിൽ ലൈറ്റ് റൂമിലെ ക്യാമറ എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റീവായിട്ട് തന്നെ ഫോട്ടോ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ എഡിറ്റിങ്ങിൽ കുറച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഇമേജ് കിട്ടും. എഡിറ്റിങ്ങിൽ കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് സ്നാപ്സീഡ്, അതുപോലെ തന്നെ ലൈറ്റ് റൂം, അതിന് ഫോട്ടോഷോപ്പിൻ്റെ ഒരു മൊബൈൽ വേർഷൻ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ചില സോഫ്റ്റ്വെയറുകളൊക്കെയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ. കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കാണുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെ മോഡ്സ് ആണ് ഉള്ളതെന്നാണ്. വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരുപാട് മോഡുകൾ ഉണ്ടാവും. നൈറ്റ് സ്കേപ്പ് മോഡ്, അല്ലെങ്കിൽ ടൈം ലാപ്സ് വീഡിയോ ആണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ടൈം ലാപ്സ് മോഡ്, പിന്നെ സ്ലോ മോഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളെങ്കിൽ അതിനുവേണ്ടി സ്ലോ മോഷൻ മോഡ്, അതുപോലെ തന്നെ ഒരു എക്സ്പെർട്ട് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ്. അപ്പോൾ ഇങ്ങനെയുള്ള മോഡുകൾ നിങ്ങളുടെ ക്യാമറയിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ക്യാമറയിൽ എന്തൊക്കെ മോഡുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഒരു മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫിയിൽ വരുന്ന കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെ മോഡ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എഡിറ്റിങ്ങിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള ക്യാമറ മാറ്റി ലൈറ്റ് റൂം ക്യാമറ അല്ലെങ്കിൽ ഗൂഗിൾ ക്യാമറ പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ഫോട്ടോ എടുത്ത് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി ഇതിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്യൂട്ടോറിയൽ മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മൊബൈൽ ഫോൺ വീഡിയോഗ്രാഫിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നമ്മൾ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ക്യാമറകളുടെ റിവ്യൂ, ഫോട്ടോഗ്രാഫി രംഗത്തുള്ള മറ്റ് അപ്ഡേറ്റ്സ്, ട്യൂട്ടോറിയൽ, ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഈസ് ഗുഡ് ഫോട്ടോ.